ഉപ്പുതറ CHCയെ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യം. ആശുപത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി എന്നിവർക്ക് MP ഡീൻ കുര്യാക്കോസ് മുഖേന നിവേദനം നൽകുമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ പറഞ്ഞു. കട്ടപ്പന ബ്ലോക്ക് CHC ആയ ഉപ്പുതറ CHCയെ തരം താഴ്ത്തുന്ന നടപടികളാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുമൂലം സിവിൽ സർജൻ, ഹെൽത്ത് സൂപ്പർവൈസർ, ലേഡി ഹെൽത്ത് സൂപ്പർവൈസർ, PRO തുടങ്ങിയ പോസ്റ്റുകൾ നിർത്തലാക്കി. ഡോക്ടർമാരുടെ കുറവ് മൂലം ആശുപത്രി രാവിലെ 9 മണി മുതൽ 12 മണി വരെ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഓരോ ദിവസവും 500ഓളം OPകൾ വരുന്ന ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിർത്തിയിട്ട് മാസങ്ങളായി. ഇതുമൂലം ആശുപത്രിയെ ആശ്രയിക്കുന്ന 10,000-കണക്കിന് ആളുകൾ ദുരിതത്തിലാണ്. ഉപ്പുതറ പഞ്ചായത്തിലെ കണ്ണമ്പടി, മേമാരി ഉൾപ്പെടെ 12ഓളം ആദിവാസി കുടികളിലെ ആളുകളും തോട്ടം മേഖലയിലെ ആളുകളും ആശ്രയിക്കുന്ന ആശുപത്രി കൂടിയാണിത്. ഈ സാഹചര്യത്തിലാണ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉപ്പുതറ CHCയെ മാറ്റണമെന്നാവശ്യപ്പെട്ട DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി എന്നിവർക്ക് ഡീൻ കുര്യാക്കോസ് MP മുഖാന്തരം നിവേദനം നൽകുമെന്നും അരുൺ പൊടിപാറ പറഞ്ഞു. ഇപ്പോൾ സിവിൽ സർജൻ ഉൾപ്പെടെയുള്ള ആളുകളില്ല. നിലവിൽ PSC ഡോക്ടർമാരാരുമില്ല. നിലവിൽ അഡ്ഹോക് ഡോക്ടർമാരെയും ടെമ്പററി ആയ ഡോക്ടർമാരെയും വെച്ചുകൊണ്ട് 9 മണി മുതൽ 12 മണി വരെ മാത്രമാണ് ഇവിടെ OP ഉള്ളത്. ബാക്കി സമയം ഇല്ല. IP പ്രവർത്തനം ഇവിടെ നിലച്ചിട്ട് മാസങ്ങൾ അധികമായി. 24 വർഷക്കാലമായി പൂട്ടിക്കിടക്കുന്ന പീരിമഡ് ട്രീറ്റ്മെൻറ്റിലെ 3000-ഓളം തൊഴിലാളികൾ ഈ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഡോക്ടറില്ല, മരുന്നില്ല, വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, 5 പഞ്ചായത്തിലെ ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആശ്രയമായ ഏകദേശം 10,000-കണക്കിന് ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഈ ആശുപത്രി. ഇത് ഒരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാ വിഭാഗത്തിലുള്ള വിദഗ്ധരായ ഡോക്ടർമാരെ ഇവിടെ നിയമിക്കും. ഭരണഘടനാപരമായി അവകാശങ്ങളുള്ള ഗർഭിണികളായ സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെയുള്ള ഗിരിവർഗ മേഖലയിലുള്ള ആളുകൾ, ഇവരെല്ലാം ചികിത്സ ലഭിക്കാൻ വേണ്ടി 100 കിലോമീറ്റർ അകലെയുള്ള മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇതിന് അറുതി വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇടുക്കി ജില്ല അങ്ങനെ ഹോസ്പിറ്റലില്ല, വയനാട് ജില്ലയിലൊക്കെ ഉണ്ട്. ഒരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനി മെഡിക്കൽ കോളേജിന് ഗുണമായി ചെയ്യും. ഈ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് മൂലം കിലോമീറ്ററുകൾ അകലെയുള്ള ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ ജനങ്ങൾ.